വിശദമായ വാർത്തകളിലേക്ക്. കശ്മീരിലെ കനത്ത മഞ്ഞുവീഴ്ചയിലും ആവേശം ചോരാതെ രാഹുൽ ഗാന്ധി നയിച്ച ഭാരത് ജോഡോ യാത്രയ്ക്ക് സമാപനം. സിപിഐ ഉൾപ്പെടെ 11 പാർട്ടികളുടെ പ്രതിനിധികൾ ശ്രീനഗറിൽ നടന്ന സമാപന സമ്മേളനത്തിന്റെ ഭാഗമായി. യാത്ര പൂർത്തിയാക്കാൻ കഴിയുമോ എന്ന് ഉറപ്പില്ലായിരുന്നുവെന്നും ജനങ്ങളുടെ പിന്തുണയ്ക്ക് നന്ദിയെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. വെറുപ്പ് വിതയ്ക്കുന്ന കൊലപാതകങ്ങൾ ഇല്ലാതാക്കാനാണ് തന്റെ യാത്ര. ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും രക്തസാക്ഷിത്വത്തിന്റെ ഓർമ്മകൾ വികാരാധീതനായി രാഹുൽ പങ്കുവച്ചു. और यहाँ पे जिस चीज को आप कश्मीरियत कहते हो उसको मैं अपना घर अब ये कश्मीरियत है क्या? ये जो शिव जी की सोच है एक तरफ, और थोड़ी सी गहराई में जाएंगे तो उसको शून्यता कहा जा सकता है. अपने आप पर, अपने अहंकार पर, अपने विचारों पर आक्रमण करना, और दूसरी तरफ इस्लाम में जिसको शून्यता यहां कहा जाता है वहां फना कहा जाता है. ये जो मैं अभी कह रहा हूं ये बात प्रधानमंत्री को नहीं समझ आएगी, ये बात अमित शाह जी को नहीं समझ आएगी, ये बात डोभाल जी को भी नहीं समझ आएगी, मगर ये बात कश्मीर के लोगों को समझ आएगी, ये बात सीआरपीएफ के लोगों को समझ आएगी, ये बात आर्मी के लोगों को समझ आएगी, उनके परिवारों को समझ आएगी. വിവരങ്ങളുമായി മനു ഭരത ചേരുന്നുണ്ട്. മനു, കന്യാകുമാരി മുതൽ കശ്മീർ വരെ 5 മാസം കൊണ്ട് താണ്ടിയ ഒരു യാത്രയാണ്. ഒരുപാട് വിവാദങ്ങൾ, വിമർശനങ്ങൾ ഒക്കെ ഇതിനിടയിൽ സംഭവിച്ചു. എന്നിരുന്നാൽ പോലും ആകെ നോക്കുമ്പോൾ വളരെ വലിയൊരു വിജയമായിരുന്നു ഭാരത് ജോഡോ യാത്ര എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഒന്നടങ്കം വിലയിരുത്തുന്നത്. ഇന്നിപ്പോൾ ഈ സമാപന സമ്മേളനത്തിലും നമ്മൾ കണ്ടു, കനത്ത മഞ്ഞുവീഴ്ചയിലും ആവേശം ഒട്ടും ചോർന്നിട്ടില്ല. വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ അടക്കം കോൺഗ്രസിനെ ഇത് എത്രത്തോളം ഗുണകരമായി സ്വാധീനിക്കും? 136 ദിവസം കൊണ്ട് 4000 കിലോമീറ്റർ പിന്നിട്ടാണ് ഭാരത് ജോഡോ യാത്രയ്ക്ക് സമാപനമായത്. യാത്രയുടെ സമാപനം കുറിച്ചുകൊണ്ടുള്ള സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി വികാരാധീനായി. അദ്ദേഹം തന്റെ അമ്മൂമ്മയും അതുപോലെ അച്ഛനുമൊക്കെ മരിച്ച സാഹചര്യം വിവരിച്ചു. അത് ഇവിടെ നിൽക്കുന്ന ജമ്മു കശ്മീരിലെയും അതുപോലെ അവിടെ ഉള്ള ജനങ്ങൾക്കും അതുപോലെ സൈനികർക്കും അർദ്ധസൈനികർക്കും മനസ്സിലാകുന്ന കാര്യമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ അത് BJPക്ക് മനസ്സിലാകില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. യാത്രയിൽ ഉടനീളം ഒട്ടനവധി കാര്യങ്ങൾ താൻ പഠിച്ചു എന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. കൂടെ യാത്ര ചെയ്തവരോട് നന്ദി പറയാൻ രാഹുൽ ഗാന്ധി ഈ അവസരം ഉപയോഗിക്കുകയും ചെയ്തു. വരാനിരിക്കുന്ന രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുകളിൽ ഭാരത് ജോഡോ യാത്ര നിർണായകമായ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കും എന്നാണ് പൊതുവെ കോൺഗ്രസ് നേതൃത്വം കരുതുന്നത്. ഈ യോഗത്തിൽ സംസാരിച്ച മല്ലികാർജുൻ ഖാർഗെ ഈ യാത്രയ്ക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങളല്ല, മറിച്ച് വെറുപ്പിന്റെ രാഷ്ട്രീയത്തെ എതിർക്കാൻ വേണ്ടിയാണ് യാത്ര സംഘടിപ്പിച്ചത് എന്ന് പറഞ്ഞെങ്കിലും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ടുകൂടിയാണ് ഭാരത് ജോഡോ യാത്ര മുന്നോട്ട് നീങ്ങിയത്. ഇനി BJPക്കെതിരെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ പ്രതിപക്ഷ കക്ഷികളുടെ ഒരു ഐക്യനിര ശക്തിപ്പെടുത്തുക എന്നതുകൂടി ഈ യാത്രയുടെ ലക്ഷ്യമാണ്. ഇന്ന് നടന്ന യോഗത്തിൽ 11 പ്രതിപക്ഷ കക്ഷികൾ ഈ യോഗത്തിന്റെ സമാപന സമ്മേളനത്തിൽ അവിടെ പ്രതിനിധികൾ അയക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന രാഷ്ട്രീയ ദിനങ്ങളിൽ ഒരു BJPക്ക് ബദലായി ഒരു കരുത്തുറ്റ ശക്തിയായി വരാൻ കോൺഗ്രസിന് ഈ യാത്ര പ്രചോദനം നൽകും എന്നാണ് നേതൃത്വം കരുതുന്നത്. മാത്രവുമല്ല, ഇനി BJPക്കെതിരെ ഒരു ശക്തമായ ബദൽ സൃഷ്ടിക്കാനുള്ള നീക്കങ്ങൾക്കൊരു തുടക്കം കൂടി ഈ യാത്ര കുറിക്കുന്നു എന്നാണ് വ്യക്തമാകുന്നത്. തീർച്ചയായും മനു ഭരതാണ് വിവരങ്ങൾ നൽകിയത്.
ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വെല്ലുവിളി നേരിടുന്ന കാലത്താണ് കോൺഗ്രസിന് പുതുജീവൻ നൽകിയുള്ള രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യ യാത്ര. പ്രതിപക്ഷ ശക്തി ചോദ്യം ചെയ്യപ്പെടുമ്പോൾ രാഹുൽ നടന്നു പടർന്ന വഴികൾ ഈ കാലത്തെ ഉജ്ജ്വല രാഷ്ട്രീയ മുഹൂർത്തങ്ങളായി. രാജ്യം വീണ്ടും ഒരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ രാഹുലിന്റെ ജോഡോ യാത്ര നൽകിയ ഊർജം കോൺഗ്രസിൽ എത്ര നാൾ ആവേശം നിറയ്ക്കുമെന്നാണ് രാഷ്ട്രീയ ലോകം കാത്തിരിക്കുന്നത്. അസ്തമനത്തിന്റെ സകല ലക്ഷണങ്ങളും കാണിക്കുന്നെന്ന രാഷ്ട്രീയ വിമർശനങ്ങൾക്കുള്ള മറുപടിയായിരുന്നു സെപ്റ്റംബർ 7 പ്രഭാതം കന്യാകുമാരിയിലെ സൂര്യോദയം. വെറുപ്പ് തോൽക്കും, സ്നേഹം എപ്പോഴും ജയിക്കും, പുതിയ പ്രഭാതമുണ്ടാകും. തെക്കേ അറ്റത്തുനിന്ന് തുടങ്ങിയ ഭാരത് ജോഡോ യാത്രയിലുടനീളം ഉയർത്തിയ വാചകങ്ങൾ കുറിക്കൊള്ളുന്ന സന്ദേശമായി. ബിജെപിയുടെ പരിഹാസങ്ങളും വിമർശനങ്ങളും തുടരുമ്പോഴും നടന്നുപോയ വഴികളിലൊക്കെ സ്നേഹത്തിന്റെ പൂക്കളുടെ നിറങ്ങൾ. സാംസ്കാരിക വൈവിധ്യങ്ങളുടെ നാട്ടിൽ അവരിലൊരാളായാണ് രാഹുൽ അവിടങ്ങളിലേക്ക് കടന്നെത്തിയത്. ഇക്കാലത്ത് കോൺഗ്രസിലെ പലവിധ പിരിമുറുക്കങ്ങൾ, പാർട്ടി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്, ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പും തോൽവിയും, 12 സംസ്ഥാനങ്ങൾ, 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾ, 4080 കിലോമീറ്റർ ദൂരം, 135 ദിവസത്തെ യാത്ര, രാഹുലിന് പരീക്ഷണങ്ങളുടെ കാലം. യാത്രയിലുടനീളം രാഹുൽ ഉയർത്തിയത് പാർലമെന്ററി മോഹങ്ങളുടെ പതിവ് കെട്ടുകാഴ്ചകളായിരുന്നില്ല. വിഭജനത്തിന്റെയും തീവ്രവാദ ചിന്തകളുടെയും വക്താക്കളെ തള്ളിപ്പറഞ്ഞു. ഒരൊറ്റ ഇന്ത്യ എന്ന സന്ദേശം. കശ്മീരിലെ ലാൽ ചൌക്കിൽ ത്രിവർണ പതാക ഉയർത്തി രാഹുൽ അടിവരയിട്ടു. ഇനി ഉയരുക ഈ ഊർജം എത്ര നാളെന്ന ചോദ്യമാണ്. കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ആവേശം നിറച്ച ഉജ്ജ്വലമായ രാഷ്ട്രീയ ഏടിന്റെ പ്രതിഫലനം രാജ്യത്തിന്റെ രാഷ്ട്രീയ ഗതി മാറ്റുമോ? ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സംസ്ഥാനത്ത് വീണ്ടും ശൈശവ വിവാഹം. 15 വയസ്സുകാരിയെ 47കാരന് വിവാഹം കഴിച്ചു നൽകി. ഇടമലക്കുടിയിലാണ് സംഭവം. പ്രിൻസ് വിവരങ്ങളുമായി ചേരുന്നു. പ്രിൻസ്, പുരോഗമന സമൂഹത്തിന് തീർത്തും അപമാനമായ നാണക്കേടായിട്ടുള്ളൊരു സംഭവമാണ് നടന്നിട്ടുള്ളത്. വളരെ ക്രൂരവും. അതോടൊപ്പം തന്നെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? മറ്റ് വിശദാംശങ്ങൾ കൂടി. തീർച്ചയായും വളരെ ഖേദകരമായ ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. ഇടമലക്കുടിയിൽ, ആദിവാസി പഞ്ചായത്തായ ഇടമലക്കുടിയിൽ വീണ്ടും ശൈശവ വിവാഹം നടന്നിരിക്കുന്നു. ഒരു മാസം മുൻപാണ് 15 വയസ്സുകാരിയായ പെൺകുട്ടിയെ 47കാരനായ കണ്ടത്തിക്കുടി സ്വദേശിക്ക് വിവാഹം ചെയ്ത് നൽകിയത്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി വിവരം അറിയുകയും തുടർന്ന് അന്വേഷണം നടത്തുകയായിരുന്നു. പെൺകുട്ടിയുടെ ഔദ്യോഗിക രേഖപ്രകാരം പെൺകുട്ടിയുടെ ജനനം നടന്നത് 2007 ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ കണ്ടെത്തൽ. അതായത് പെൺകുട്ടിക്ക് 15 വയസ്സ് കിട്ടതേ ഉള്ളൂ. ഒരു മാസം മുമ്പ് വിവാഹം നടന്നു. ഈ വിവാഹം മനോരഥികൾ ആവശ്യപ്പെട്ട CWC കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഒപ്പം പെൺകുട്ടിയെ വീണ്ടെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് വീണ്ടെടുക്കുന്നതിനൊപ്പം വൈദ്യുതി പരിശോധനകൾ നടത്തുകയും അപ്പം പെൺകുട്ടിയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ചെയ്യും. ഇടുക്കിയിലെ തോട്ടം മേഖലകൾ കേന്ദ്രീകരിച്ചും ആദിവാസി മേഖലകൾ കേന്ദ്രീകരിച്ചും ഈ ശൈശവ വിവാഹങ്ങളും ബാലവേലയും ഒക്കെ നടത്തുന്നതായി മുൻപും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഈ കോവിഡ് കാലഘട്ടത്തിൽ ജനകില പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാത്രം 7ഓളം ശൈശവ വിവാഹം നടന്നതായി ഇന്റലിജൻസ് വിഭാഗം കണ്ടെത്തിയിരുന്നു. അപ്പം ഈ തമിഴ് തൊഴിലാളികൾ അധിവസിക്കുന്ന മേഖലകളിൽ പെൺകുട്ടികളെ വിദ്യാഭ്യാസ പാതി വഴിയിൽ അവസാനിപ്പിക്കുകയും വിവാഹം മായ വിവരങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. പലരെയും തമിഴ്നാട്ടിലേക്ക് അയച്ചിട്ടാണ് വിവാഹം നടത്തുന്നത്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നിരവധി ഈ പ്രദേശങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ചും തോട്ടം മേഖലകളും ഗോത്ര ജനതയുടെ രീതിയിൽ നടക്കുന്നതായാണ് കണ്ടെത്തൽ. ആര്യ, പ്രിൻസ്, ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ഒരു ഇടപെടൽ അത് ഈ വിഷയത്തിൽ എങ്ങനെയാണ്? നിയമ നടപടികൾ എങ്ങനെ പുരോഗമിക്കുന്നു? നിലവിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കോടതിയെ സമീപിക്കുകയും ഈ വിവാഹം അസാധുവാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ പെൺകുട്ടിയൊപ്പം പോലീസുകളുടെ ഈ പെൺകുട്ടിയെ വീണ്ടെടുക്കാനുള്ള നടപടികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 47കാരനൊപ്പമാണ് പെൺകുട്ടി നിലവിൽ കഴിയുന്നത്. വീണ്ടെടുത്ത സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികളാണ് ഇപ്പോൾ നിലവിൽ സ്വീകരിച്ചിരിക്കുന്നത്. ആര്യ,
ഇപ്പോൾ CWC പ്രതിനിധി ജയശീലൻ പോൾ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ജയശീലൻ, നമുക്ക് വളരെ ഖേദകരമായിട്ടുള്ള അതോടൊപ്പം തന്നെ അപമാനമുണ്ടാക്കുന്ന നമ്മുടെ സമൂഹത്തിന് ഒന്നാകെ അപമാനകരമായിട്ടുള്ള ഒരു സംഭവമാണ് ഇത്തരത്തിലുള്ള ശൈശവ വിവാഹം. അത് ഇടുക്കി ഇടമലക്കുടിയിൽ സംഭവിച്ചിരിക്കുന്നു. 15 വയസ്സുകാരിയെ 47കാരനാണ് വിവാഹം കഴിച്ച് നൽകിയിട്ടുള്ളത്. ഇത്തരം സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ എന്തായാലും സ്വീകരിച്ചേ മതിയാവൂ. അതോടൊപ്പം ഈ ഒരു വിഷയത്തിൽ എങ്ങനെയായിരിക്കും ഇനിയുള്ള ഇടപെടൽ, മുന്നോട്ടുള്ള പോക്ക് ഒക്കെ? തീർച്ചയായും വളരെ ഗൗരവമായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ എടുത്തിരിക്കുന്നു. നമ്മൾ ഇപ്പം CWCയുടെ ഓർഡർ അനുസരിച്ച് പോലീസ് ഈ കുട്ടി മറ്റേ 47കാരന് കൊടുത്താണ് താമസിക്കുന്നത്. അപ്പൊ ലിവിംഗ് ടുഗദർ ആയിരിക്കും. അപ്പൊ പോക്സോ കേസ് ഉറപ്പായിട്ടുണ്ടാകും. അപ്പൊ മെഡിക്കൽ എടുത്തിട്ട് റെസ്ക്യൂ ചെയ്ത് നമ്മൾ CWCയിൽ ഹാജരാക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോ കുട്ടിയെ അവിടെ നിന്ന് മാറ്റി നിർത്താനായിട്ട് സ്ഥാപനം കൊടുത്ത് നമ്മുടെ CWCയുടെ സംരക്ഷണത്തിലാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കോടതിയിൽ ഇഞ്ചക്ഷൻ, അതായത് ഈ അസാധുവാക്കാനായിട്ട് മരവിപ്പിക്കാനായിട്ടുള്ള ഇത് നമ്മൾ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. പിന്നെ ഇനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു 4-5 വർഷത്തിന്റെ ഇടയ്ക്ക് ചൈൽഡ് മാരേജ് ഒന്നും ആ ഇടമലക്കുടിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ലായിരുന്നു കുറച്ച് കാലങ്ങളായിട്ട്. പക്ഷെ ഇപ്പോ അവിടെ അംഗൻവാടി വർക്കറുണ്ട്, പിന്നെ ഈ ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോജക്ട് ഓഫീസേഴ്സ് ഉണ്ട്, ട്രൈബൽ പ്രൊമോട്ടേഴ്സ് ഉണ്ട്. ഇവരെല്ലാം ഉണ്ടായിട്ടും വന്നിട്ട് ഇത് നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഖേദകരമാണ്, വളരെ വിഷമിക്കുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും ഇനി ഈ മറ്റേ ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസ്, പിന്നെ ഈ ചൈൽഡ് ലൈൻ പോലെയുള്ള സംവിധാനങ്ങൾ, പിന്നെ ഈ CDPO അവരുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തീർച്ചയായിട്ടും നമ്മൾ വലിയ അളവിൽ നമുക്ക് ഒരു ശരിക്കും ബോധവൽക്കരണം, അവയർനെസ് ക്യാമ്പയിൻ നടത്താനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും ജയശീലൻ, അത് തന്നെയാണ് ഇത്തരത്തിൽ ഈ ഇടമലക്കുടിയിൽ ഇപ്പോൾ ഈ ഒരു വിവാഹം നടന്ന ആ ഒരു കുടുംബത്തിന് അടക്കം ഇതൊരു വലിയ സംഭവമായി അവർ കരുതണമെന്നില്ല. അത് എത്രത്തോളം ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ് എന്ന് അവർ മനസ്സിലാക്കണമെന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ജനവിഭാഗത്തിനടക്കം കൃത്യമായ ബോധവൽക്കരണം നൽകുകയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്. അതിനുള്ള ഒരു നടപടിക്രമങ്ങളല്ലേ ഇനി വേണ്ടിവരിക? തീർച്ചയായിട്ടും അതിലേക്കാണ് നമ്മളിപ്പം അടുത്ത സ്റ്റെപ്സ് വന്നിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത്. ശരി, വളരെ നന്ദി ശ്രീ ജയശീലൻ, ഞങ്ങളോടൊപ്പം ചേർന്നതിനും പ്രതികരിച്ചതിനും. സംസ്ഥാനത്ത് മറ്റൊരു ശൈശവ വിവാഹത്തിന്റെ വാർത്ത കൂടിയാണ് പുറത്തു വന്നിരിക്കുന്നത്. 15 വയസ്സുകാരിയെ 47കാരന് വിവാഹം കഴിച്ചു നൽകിയിരിക്കുന്നു. ഇടുക്കി ഇടമലക്കുടിയിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. പ്രിൻസ് ആണ് മറ്റ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്, കോടതിയെ സമീപിച്ചിട്ടുണ്ട്. നിയമ നടപടികൾ പുരോഗമിക്കുകയാണ്. മറ്റ് വാർത്തകളിലേക്ക് കൂടി. ഹൈക്കോടതി കോഴ വിവാദത്തിൽ കൂടുതൽ ആരോപണങ്ങൾ. പ്രതികൾക്ക് മുൻകൂർ ജാമ്യം ലഭിക്കാൻ പബ്ലിക് പ്രോസിക്യൂട്ടറും ഒത്തുകളിച്ചുവെന്ന് റാന്നി കേസിലെ പരാതിക്കാരൻ VR മോഹനൻ. ഹൈക്കോടതിയിൽ ഹാജരാകാനുള്ള നോട്ടീസ് നൽകിയില്ല, പ്രതികൾക്ക് ജാമ്യം ലഭിച്ചതും അറിയിച്ചില്ലെന്നാണ് ആരോപണം. ഒരു നോട്ടീസ് പോലും കിട്ടിയിട്ടില്ല, ഞങ്ങളെ ആരും അറിയിച്ചില്ല. ഞങ്ങൾ കൊടുത്തൊരു കേസിന് ഞങ്ങളെ അറിയിക്കാതെ മുൻകൂർ ജാമ്യം ഇവർക്ക് കൊടുത്തതിന് പിന്നിൽ ഞങ്ങൾക്ക് ഒത്തിരി സംശയങ്ങളുണ്ട്. കാരണം പബ്ലിക് പ്രോസിക്യൂട്ടർ ഞങ്ങളെ ഈ വിവരം അറിയിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഞങ്ങളെ ഇത് മൂടി വെച്ച് പ്രതിഭാഗം ചേർന്ന് അവർക്ക് മുൻകൂർ ജാമ്യം കൊടുത്തിരിക്കുന്നത്. അതും പ്രകാരം ഞങ്ങളിവിടെ കൊണ്ട് വിജിലൻസിന് കേസ് കൊടുത്തിരിക്കുന്നത്. ആ കേസിന്മേൽ ഒരു അന്വേഷണം നടത്തി ബഹുമാനപ്പെട്ട കോടതി അതിൻ്റെ സത്യസന്ധത എന്നാന്ന് ഞങ്ങൾക്ക് അറിയിക്കണം. അതുപോലെ തന്നെ ഈ പ്രതിയുടെ വക്കീലും പ്രതികളും ഈ പബ്ലിക് പ്രോസിക്യൂട്ടറും കൂടെ ചേർന്നുള്ള ഒത്തുകളിയായിരുന്നു ഇത് എന്നാൽ ഞങ്ങൾ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ ഒരു കാരണവശാലും ഇവർക്ക് ജാമ്യം കിട്ടേണ്ട ഒരു വകുപ്പും വരുന്നില്ല. ഞാനും എൻ്റെ ഭാര്യയും തന്നെ ഉള്ളു വീട്ടിൽ, ജീവിക്കാൻ മടുത്തു. അതുകൊണ്ടാണ് ഞങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയിലേക്ക് വന്നത്. ഞങ്ങൾക്ക് നീതി കിട്ടുമെന്ന് പ്രതീക്ഷയോടെയാണ് ഞങ്ങളിവിടെ കൊണ്ട് കേസ് കൊടുത്തിരിക്കുന്നത്. ഇനി ഞങ്ങൾക്ക് വേറെ മാർഗങ്ങളില്ല ഞങ്ങൾക്ക്. അതുപോലെ എനിക്കിപ്പോൾ 60 വയസ്സായി. ഇനിയിപ്പം അതെങ്കാലം വെള്ളം ചുമ്മാനോ വെള്ളം കൊണ്ടുവരാനോ ഇപ്പം വില കൊടുത്ത് മേടിക്കുക. ഞാൻ അധികം ഇപ്പം കൂലിപ്പണിക്കൊന്നും പോകുന്നില്ല. വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങളോടാണ് ഇവർ ഈ ക്രൂരത മുഴുവൻ കാണിക്കുന്നത്. ഈ കോടതിയിലായിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും വിശ്വാസമുണ്ടായിരുന്നൊരു സ്ഥലം കോടതിയായിരുന്നു. കോടതിയിലെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഇപ്പോൾ ഇവർ ഈ ജാമ്യം എടുത്തിരിക്കുന്നത്. അതിനെ കൂട്ടുന്ന ആരൊക്കെയാണെങ്കിലും അവരെ ബഹുമാനപ്പെട്ട കോടതി അവർക്കെതിരെ നടപടി എടുക്കണമെന്നുള്ളൂ എനിക്കൊരു ആഗ്രഹമുള്ളൂ. വേറെ എനിക്കൊന്നും പറയാനില്ല.
സുവി വിശ്വനാഥൻ കൂടുതൽ വിവരങ്ങൾ നൽകും. സുവി, ഈ ഹൈക്കോടതി കോഴ വിവാദവുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും കൂടുതൽ ആരോപണങ്ങൾ, വെളിപ്പെടുത്തലുകളൊക്കെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പരാതിക്കാരുടെ ഭാഗം കേൾക്കാതെ അവരെ പല കാര്യങ്ങളും, നിയമ നടപടികൾ പോലും മറച്ചു വെച്ചുകൊണ്ട് പ്രതികൾക്ക് അനുകൂലമായിട്ടുള്ള വിധികൾ ഹൈക്കോടതിയിൽ നിന്നടക്കം നേടിയെടുക്കാൻ ചില അഭിഭാഷകർ ശ്രമിക്കുന്നു. അതിൽ കോഴ വാങ്ങുന്നു എന്നതടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. വിശദാംശങ്ങൾ. ആര്യ, പ്രതികൾക്ക് മുൻകൂർ ജാമ്യം ലഭിക്കാൻ പബ്ലിക് പ്രോസിക്യൂട്ടറും ഒത്തുകളിച്ചു എന്ന ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ റാന്നി കേസിലെ പരാതിക്കാരനായ VR മോഹൻ പങ്കുവച്ചത്. ഹൈക്കോടതിയിൽ ഹാജരാകാനുള്ള നോട്ടീസ് നൽകിയില്ല, പട്ടികജാതി പട്ടിക വിഭാഗക്കാരെ ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിച്ചു എന്നതാണ് കേസ്. ഈ കേസിൽ പ്രതികൾക്ക് മുൻകൂർ ജാമ്യം നൽകുന്നതിന് മുമ്പ് സ്വാഭാവികമായും പരാതിക്കാരന്റെ വാദം ഹൈക്കോടതി കേൾക്കാറുണ്ട്. ആ നടപടിക്രമം പാലിച്ചില്ല, അതിനെ ഒത്തുകളിച്ചത് പബ്ലിക് പ്രോസിക്യൂട്ടറാണ് എന്നാണ് പരാതിക്കാരനായ VR മോഹനൻ പറയുന്നത്. ഹൈക്കോടതിയിൽ സാധാരണഗതിയിൽ ഇത്തരം കേസുകൾ വരുമ്പോൾ ഹൈക്കോടതിയിൽ ഹാജരാകാനുള്ള നോട്ടീസ് നൽകും. ആ നോട്ടീസ് നൽകിയില്ല. പ്രതികൾക്ക് മുൻകൂർ ജാമ്യം ലഭിച്ച കാര്യവും തങ്ങളെ അറിയിച്ചില്ല എന്നും ഇവർ പറയുന്നു. ഏറെ വിഷമത്തോടു കൂടിയാണ് ഇവർ മാധ്യമങ്ങളോട് സംസാരിച്ചത്. പബ്ലിക് പ്രോസിക്യൂട്ടർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം. പ്രതികൾ ഇപ്പോഴും ജാതിപ്പേര് വിളിച്ചുള്ള അധിക്ഷേപം തുടരുകയാണ്. ഹൈക്കോടതിയിൽ വലിയ പിടിപാടുണ്ട് എന്നാണ് പ്രതികൾ പുറത്തു പറഞ്ഞു നടക്കുന്നത്. 1 കോടി, ഇപ്പോൾ 50 ലക്ഷം മുടക്കിയാണ് തങ്ങൾ ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. ഇനി 1 കോടി മുടക്കി ഇനിയും മുൻകൂർ ജാമ്യം വാങ്ങാൻ തയ്യാറാണ് എന്ന് പ്രതികൾ വെല്ലുവിളിക്കുന്നതായും ഈ VR മോഹനൻ പറയുകയുണ്ടായി. ആര്യ, ശരി. സുവി വിശ്വനാഥനാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേള. ലേഡീസ് ബാൻഡിൽ ഇനി അതിഥി വിശേഷങ്ങൾ. ഇന്ന് ലേഡീസ് ബാൻഡിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം സ്വദേശിനി രോഹിണിയാണ്. വലിയ ആവേശത്തിലാണ് രോഹിണി. ഡൽഹിയിൽ നിന്നും മടങ്ങി എത്തിയിട്ടേ ഉള്ളൂ. മോദിയോട് നേരിട്ട് സംസാരിച്ചതിന് ശേഷം, നേതാജിയെ അനുസ്മരിച്ച് പാർലമെന്റിലെ സെൻട്രൽ ഹാളിൽ പ്രസംഗിച്ചതിന് ശേഷം, പ്രസംഗ കലയിലെ പ്രതിഭയാണ്, മലയാളത്തിന്റെ അഭിമാനമാണ്. സ്വാഗതം രോഹിണി ലേഡീസ് ബാൻഡിലേക്ക്. നമസ്കാരം. രോഹിണി, ആദ്യം തന്നെ വലിയ ഒരു അഭിനന്ദനം അറിയിക്കുകയാണ്. ഈ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മവാർഷിക ദിനമായിരുന്ന ജനുവരി 23 അദ്ദേഹത്തിന്റെ ആ ഒരു ജന്മവാർഷിക ദിനം എത്രത്തോളം വളരെ കേമമായിട്ടാണ് രാജ്യമെമ്പാടും കൊണ്ടാടിയത് എന്നുള്ളത് നമുക്കറിയാം. അദ്ദേഹത്തെ അനുസ്മരിക്കാൻ പാർലമെന്റിൽ ചേർന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം സന്നിഹിതരായിരുന്ന ഒരു ചടങ്ങിൽ പ്രസംഗിക്കാൻ അവസരം കിട്ടുക എന്ന് പറയുന്നത് ഒട്ടും ചെറിയ കാര്യമല്ല. അത് ഇന്ത്യയിൽ നിന്ന് ഈ ഒരു വേളയിൽ 8 പേർക്ക് മാത്രം ലഭിച്ച ഒരു അസുലഭ നിമിഷമാണ്. എന്ത് തോന്നുന്നു രോഹിണി? ഒരുപാടധികം സന്തോഷം. എനിക്ക് തോന്നുന്നു ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തത്രയും മനോഹരമായ 5 ദിവസങ്ങളായിരുന്നു ഇക്കഴിഞ്ഞ നാളുകൾ എൻ്റെ ജീവിതത്തിൽ. ഒരുപാട് സന്തോഷത്തിന് ഉപരി എനിക്ക് തോന്നുന്നു സംതൃപ്തിയാണ് തോന്നിയത്. കാരണം ഇത്രയും വലിയൊരു സ്റ്റേജ്, ഒരു പബ്ലിക് സ്പീക്കർ എന്ന നിലയിൽ ഇത്രയും വലിയൊരു സ്റ്റേജ് ലഭിക്കുക എന്ന് പറയുന്നത് തന്നെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യങ്ങളിലൊന്ന് തന്നെയാണ്. ഒരുപാടധികം സന്തോഷം. ശരി രോഹിണി, വളരെയധികം സന്തോഷം. ഞങ്ങൾക്ക് എല്ലാവർക്കും, മലയാളികളായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അത്തരത്തിൽ രോഹിണിയിലൂടെ വളരെ വലിയൊരു അഭിമാന മുഹൂർത്തം തന്നെയാണ് എന്തായാലും ഉണ്ടായത്. എന്തായാലും ആ ഒരു സംഭാഷണം, ആ ഒരു പ്രസംഗം നമുക്ക് കേട്ടിട്ട് വരാം. തീർച്ചയായും. अच्छा, नेताजी की वो कौन सी चीज है जो आप जीवन में लाना चाहेंगे? मैं नेताजी से संगठन क्षमता सीखनी चाहूंगी. मैं उनसे सीखना चाहूंगी कि पूरी दुनिया के, मतलब नेताजी ने पूरी दुनिया के भारतीयों को एक साथ संगठित करके अंग्रेजों से लड़ाई की. वैसे ही मैं चाहूंगी कि हमारे देश के सभी लोग, केरला हो, तमिलनाडु हो, गुजरात हो, राजस्थान हो, जम्मू हो, कहीं पे भी हो, सभी एक साथ मिलजुल कर जो हमारे देश के जो भी प्रॉब्लम्स है उसके खिलाफ हम लड़े. और एक और चीज सीखना चाहूंगी, सपना देखना. मैं 2015 से सपना देख रही हूँ और मैं 2015 से आपसे हर रोज नहीं, मतलब बात कर चुकी हूँ मेरे सपने में. लेकिन मैं मानती हूँ कि सपने देखिए क्योंकि हकीकत में होते हैं. क्योंकि आज मैं आपसे बात कर रही हूँ. आज आप जिस सेंट्रल हॉल में बैठे थे उसका कोई इतिहास पता है आपको? सेंट्रल हॉल क्या है? ഈ പാർലമെന്റിലെ പ്രസംഗത്തിനൊക്കെ ശേഷം പ്രധാനമന്ത്രിയുമായി ഈ യുവ നേതാക്കളുടെ അല്ലെങ്കിൽ ആ യുവനിരയുടെ ഒരു സംഗമം ഉണ്ടായിരുന്നു. അവിടെ
പ്രധാനമന്ത്രിയുമായി അടുത്ത് ഇടപഴകാനും സംസാരിക്കാനുമുള്ള ഒരു അവസരം നിങ്ങളിൽ കുറച്ചു പേർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു ക്ലിപ്പിംഗ് ആണ് നമ്മളിപ്പോൾ കണ്ടത്, അല്ലേ രോഹിണി? അതെ, തീർച്ചയായും. നമ്മുടെ പ്രസംഗത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു അവസരം ലഭിച്ചത്. അദ്ദേഹത്തിന്റെ വസതിയിൽ നമ്മളെ എല്ലാവരെയും ക്ഷണിക്കുകയും അദ്ദേഹം വരികയും നമ്മളോട് സംവദിക്കുകയും ചെയ്യുകയായിരുന്നു അന്നുണ്ടായത്. ഏറ്റവും വലിയൊരു ഭാഗ്യം, എല്ലാവർക്കും സംസാരിക്കാനുള്ള അവസരം ലഭിച്ചില്ല. പക്ഷേ എന്തോ എനിക്ക് ആ ഒരു ഇത്രയും വലിയൊരു ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിന്റെ മുന്നിൽ സംസാരിക്കാനുള്ള ഒരു അവസരം ലഭിച്ചതിലാണ് എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം. തീർച്ചയായും വലിയ മുഹൂർത്തം തന്നെയാണ് അത്. ഇപ്പോൾ അത് തിരിഞ്ഞു നോക്കുമ്പോൾ, ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് തിരികെ എത്തിയതിന് ശേഷം മലയാളത്തിൽ നമ്മളോട് ന്യൂസ് 18നോടാണ് ആദ്യമായി രോഹിണി സംസാരിക്കുന്നത്, ഒരു മാധ്യമത്തിനോട് സംസാരിക്കുന്നത്. ഇപ്പോൾ ആ ഒരു പാർലമെന്റിൽ പ്രസംഗിച്ച മുഹൂർത്തമാണെങ്കിലും അതിനുശേഷം ആ ഒരു സ്പെഷ്യൽ ഇന്ററാക്ഷൻ, ഒരു അവസരം കിട്ടിയതും അവിടെയും സംസാരിക്കാൻ സാധിച്ചതും, ആ ഒരു മുഹൂർത്തങ്ങളൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് ഒരു ഫീലിംഗ്, ആ ഒരു എക്സ്പീരിയൻസ് എന്താണ്? എക്സ്പീരിയൻസ്, ഞാൻ ഇതിനു മുമ്പും പ്രസംഗ മത്സരത്തിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഈ എക്സ്പീരിയൻസ് എല്ലാത്തിൽ നിന്നും ഒരുപാട് വേറിട്ട എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഇവിടെ നമ്മൾ മത്സരിക്കുകയല്ലായിരുന്നു, ഇവിടെ നമ്മൾ നമ്മുടെ കേരളത്തെ പ്രതിനിധീകരിച്ച് അവിടെ നിന്ന് സംസാരിക്കുകയായിരുന്നു. ഒരു കേരളത്തിന്റെ ഒരു ശബ്ദമായി നമ്മൾ നേതാജിയെക്കുറിച്ച് അവിടെ സംസാരിക്കുകയായിരുന്നു. അതിലായിരുന്നു ഏറ്റവും വലിയ സന്തോഷം. അത് മാത്രമല്ല, നമ്മുടെ രാജ്യത്തിന് തന്നെ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ സംസാരിക്കുന്നവരായിരുന്നു അവിടെ എത്തിയത്. അവരോടൊക്കെ നമുക്ക് സംസാരിക്കാനും അവരുടെ അഭിപ്രായങ്ങൾ അറിയാനും ഒക്കെ സാധിച്ചു. എനിക്ക് തോന്നുന്നു ഇന്ന് ഞാൻ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് പോയാലും അവിടെ എനിക്കൊരു ആത്മസുഹൃത്ത് എനിക്ക് ലഭിക്കുകയാണ് ഇപ്പം ഈ ഒരു 5 ദിവസം കൊണ്ട് തന്നെ. അത്രയും മനോഹരമായ ദിവസങ്ങളായിരുന്നു, അത്രയും നല്ല വ്യക്തികളായിരുന്നു അവിടെ എത്തിയത്. ഒരുപാട് സന്തോഷം, വളരെ മനോഹരമായ ഒരു എക്സ്പീരിയൻസ് എന്നേ എനിക്ക് പറയാനുള്ളൂ. വാക്കുകൾ കിട്ടുന്നില്ല. ഇതിൽ കൂടുതൽ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു വേദിയിൽ സംസാരിക്കണം എന്നുള്ളത്. അത് നടന്നിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും സ്വപ്നം കാണുക, ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും. അതെ, രോഹിണി ആ പ്രധാനമന്ത്രിയുടെ അടുത്ത് നിന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞ ആ ഒരു സംഭാഷണത്തിൽ നമ്മളെ ഏറെ സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യം അത് തന്നെയാണ്. സ്വപ്നം കാണണം, സ്വപ്നം കാണാൻ പഠിക്കണം എന്ന് രോഹിണി പറഞ്ഞ ആ വാക്കുകൾ. ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്ന കുട്ടിയാണ് രോഹിണി. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വളരെ വലിയ അച്ചീവ്മെന്റുകളിലേക്കൊക്കെ രോഹിണിക്ക് ഈ ചെറുപ്രായത്തിൽ തന്നെ എത്താനും സാധിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടൊക്കെ ഇരിക്കുന്ന യുവ തലമുറയിൽപ്പെട്ട കുട്ടികളോടൊക്കെ എന്താണ് രോഹിണിക്ക് പറയാനുള്ളത്? യുവതലമുറയോട് എനിക്ക് ലോകരാജ്യ കാര്യങ്ങളൊന്നുമല്ല പറയേണ്ടത്, മറിച്ച് ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞു, അപ്പോൾ ഞാൻ ഒരു ഹൗസ് വൈഫ് എന്നുള്ള ഒരു എക്സ്പീരിയൻസും എനിക്കുണ്ടായി. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയേണ്ടത്, ഞാൻ ഈ ഒരു അവസരം അതിനുവേണ്ടി ഉപയോഗിക്കുകയാണ്. ഈ ലോകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ടതും ആദരിക്കേണ്ടതും ഹൗസ് വൈഫ്സ് അല്ലെങ്കിൽ വീട്ടമ്മമാരെയാണ്. കാരണം അവരാണ് ലൈഫിൽ വേറെ ഒന്നും നോക്കാതെ നാളെ ഫുഡ് ഉണ്ടാക്കണം, മറ്റന്നാൾ ഫുഡ് ഉണ്ടാക്കണം, അങ്ങനെ 10, 25, 30 വർഷങ്ങളായിട്ട് നമുക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്. അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ആവർത്തന വിരസത അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന ഒറ്റപ്പെടൽ, ഇതെല്ലാം എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് നമ്മൾ അവരെ ബഹുമാനിക്കണം, ആദരിക്കണം. എല്ലാവരും ബഹുമാനിക്കുന്നു എന്നറിയാം, എന്നാലും എനിക്കിത് പറയണമെന്ന് തോന്നി. എല്ലാവരും അവരവരുടെ അമ്മമാരെ, ഹൗസ് വൈഫ്സിനെ എല്ലാവരെയും ആദരിക്കണം. അതെ, സ്വന്തം ജീവിതവും സ്വപ്നങ്ങളും ഒക്കെ ത്യജിച്ചുകൊണ്ടാകാം അമ്മമാരെല്ലാം തന്നെ നമുക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്നതും നമുക്ക് വേണ്ടിയിട്ട് ഓരോ ദിവസവും കഠിനാധ്വാനം ചെയ്യുന്നതും അല്ലേ? അതെ, ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഒരുപക്ഷെ എൻ്റെ അമ്മ അത്രയും അധികം സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ എൻ്റെ ഇപ്പോൾ പുതിയൊരമ്മ, ഹസ്ബൻഡിൻ്റെ അമ്മ അത്രയും സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് അവരെയാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ ആദരിക്കേണ്ടത്, ബഹുമാനിക്കേണ്ടത്. തീർച്ചയായും. എന്തായാലും രോഹിണി നടന്നു കയറിയ പടവുകൾ, ഇപ്പോൾ എത്തി നിൽക്കുന്ന ആ ഒരു സ്ഥാനം, അത് അധികം ആർക്കും ചെന്നെത്താൻ പറ്റാത്ത ഒരു നേട്ടം തന്നെയാണ്. ഇതിലേക്ക് എത്തുമ്പോൾ ഒരുപാട് കടമ്പകളിലൂടെയാണ് രോഹിണി കടന്നു പോയിട്ടുള്ളത്. ഒരുപാട് മത്സരങ്ങൾ, തലങ്ങൾ ഒക്കെ ഇതിനു വേണ്ടി കടന്നിട്ടാണ് ഈ ഒരു നാഷണൽ ലെവലിലേക്ക്, പാർലമെന്റ് വരെ രോഹിണി എത്തിയത്. ആ ഒരു യാത്ര എങ്ങനെയായിരുന്നു രോഹിണി? ഇതിനു മുമ്പ് ഞാൻ കേരള യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിൽ 4 വർഷം മത്സരിക്കുകയും എനിക്ക് തോന്നുന്നു 13ഓളം പുരസ്കാരങ്ങൾ ലഭിക്കുകയും ചെയ്തു. അതിനുശേഷം കേരള സർവകലാശാലയെ പ്രതിനിധീകരിച്ച് ഞാൻ ഇന്റർ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവൽ, നാഷണൽ ഇന്റർ യൂണിവേഴ്സിറ്റി മത്സരങ്ങളിലൊക്കെ മത്സരിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു 2020 നടന്ന നാഷണൽ യൂത്ത് ഫെസ്റ്റിവലിൽ എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയായിരുന്നു. അന്ന് ഞാൻ വിചാരിച്ചു, അതിനുശേഷമാണ് എൻ്റെ കല്യാണം കഴിഞ്ഞത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, കല്യാണം കഴിഞ്ഞു എന്ന് വിചാരിച്ച് ആരും വിചാരിക്കരുത് നമ്മുടെ ലൈഫ് അവിടെ തീർന്നു എന്ന്.
അല്ല, പിന്നെ നമ്മൾ പുതിയൊരു ലൈഫ് തുടങ്ങുകയാണ്. കാരണം അതിനുശേഷമാണ് എനിക്ക് ഇത്രയും വലിയ ഒരുപക്ഷെ ഈ 4-5 വർഷം കിട്ടാത്തത്രയും ഏറ്റവും വലിയൊരു അവസരം ലഭിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ സ്വപ്നങ്ങൾ കാണാതിരിക്കരുത്. ഓരോ ലെവലിലും ഓരോ സ്വപ്നങ്ങൾ കാണുക, അതെല്ലാം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുക. തീർച്ചയായും രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തായാലും വിവാഹം എന്ന് പറയുന്നത് ഒന്നിന്റെയും അവസാനമല്ല. അത് ജീവിതത്തിൽ അതിന്റെ വഴിക്കുകൂടി പോകുന്ന ഒരു മുഹൂർത്തം മാത്രമാണ്. നമ്മളുടെ കരിയർ, നമ്മളുടെ ലക്ഷ്യങ്ങൾ, അതെപ്പോഴും പെൺകുട്ടികൾ പ്രത്യേകിച്ച് അവരെപ്പോഴും അത് കൈമുതലായി കൊണ്ടു നടക്കണം, അതിനുവേണ്ടി പ്രയത്നിക്കണം എന്നുള്ളതാണ് രോഹിണിക്ക് പറയാനുള്ളത്, അല്ലേ? അതെ അതെ, തീർച്ചയായും. രോഹിണി, ഞാൻ പറഞ്ഞു വന്നത്, അതായത് ഇപ്പോൾ ഈ നാഷണൽ യൂത്ത് ഫെസ്റ്റിവലിൽ രോഹിണി വിന്നറായി എന്നുള്ളത് പറഞ്ഞു ഈ പ്രസംഗ മത്സരത്തിൽ. ആ ഒരു നേട്ടമാണോ ഈ പാർലമെന്റ് വരെ എത്തിച്ചത്, അതോ ഇതിനുവേണ്ടി പ്രത്യേകമായ മത്സരങ്ങൾ ഉണ്ടായിരുന്നോ, ഘട്ടങ്ങൾ ഉണ്ടായിരുന്നോ, അതെങ്ങനെയായിരുന്നു? നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ മറ്റൊരു മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് നടത്തുന്ന ഒരു മത്സരമാണ്. ഇത് നമ്മുടെ ലോക്സഭാ സ്പീക്കർ ഓം ബിർലാജി അദ്ദേഹത്തിന്റെ ഒരു ആശയത്തോടെ കൂടെ ഉണ്ടായ ഒരു ഇതാണ്. അതായത് എല്ലാ നമ്മുടെ നാഷണൽ ലീഡേഴ്സ്, നമ്മൾ മറന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഫ്രീഡം ഫൈറ്റേഴ്സിനെ കുറിച്ച് നമ്മുടെ യുവാക്കളിലേക്ക് ഒരു അറിവ് എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ തുടങ്ങിയതാണ്. അങ്ങനെ ഒക്ടോബർ 2 മഹാത്മാഗാന്ധിയുടെ ബർത്ത് ആനിവേഴ്സറി മുതൽ തുടങ്ങിയതാണ്. അപ്പോൾ ഇപ്രാവശ്യം നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ഒരു ബർത്ത് ആനിവേഴ്സറിക്ക് ഈ ഒരു അവസരം ഉണ്ടാവുകയും അതിനുവേണ്ടി ആദ്യം ഡിസ്ട്രിക്ട് ലെവൽ മത്സരം ഉണ്ടായിരുന്നു, പിന്നെ സ്റ്റേറ്റ് ലെവൽ മത്സരം, അതിനുശേഷം നാഷണൽ ലെവൽ സ്ക്രീനിങ്ങിലൂടെ 8 പേരെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. എല്ലാ സ്റ്റേറ്റിൽ നിന്നുമുള്ള പ്രതിനിധികൾ ഉണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും അതിൽ നിന്ന് വീണ്ടും സ്ക്രീനിംഗ് നടത്തി 8 പേർക്ക് മാത്രമാണ് ഈ ഒരു സംസാരിക്കാൻ ഒരു അവസരം ലഭിച്ചത്, അല്ലേ? അതെ അതെ, തീർച്ചയായും അത് വളരെ വലിയൊരു നേട്ടമാണ്. ഈ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഉണ്ടായിട്ട് കൂടി അതിൽ നിന്നൊരു സ്ക്രീനിംഗ് നടത്തുകയും പിന്നീട് ആ ഒരു 8 പേരിൽ ഒരാളാകാൻ കഴിയുക, അത് കേരളത്തിൽ നിന്നുള്ള ഒരാളാവുക എന്നുള്ളത് മലയാളികളെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായ മുഹൂർത്തം തന്നെയാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തായാലും നമ്മുടെ രോഹിണിയുടെ ആ ഒരു പ്രസംഗം പാർലമെന്റിൽ നടത്തിയത് അതൊന്നും നമുക്ക് കേട്ടിട്ട് വരാം. देवी और सज्जनों, आप सभी को मेरा नमस्कार। आज मैं रोहिणी एम, ईश्वर की अपनी धरती केरल से नेहरू युवा केंद्र संगठन तिरुवनंतपुरम का प्रतिनिधित्व कर रही हूं। मातृभूमि के रक्षक, सदैव राष्ट्रवादी, भारतीयों के प्रेरणा स्रोत नेताजी सुभाष चंद्र बोस ये सिर्फ एक नाम नहीं बल्कि युवाओं के अंदर क्रांति की ललक पैदा करने वाली एक चिंगारी है। नेताजी ने अपने कॉलेज के शुरुआती दिनों में ही बंगाल में क्रांति की वह मशाल जलाई जिसने भारत की आजादी की लड़ाई को एक नई धार दी। राष्ट्रीय आंदोलन में उनका योगदान अंग्रेजी अखबार फॉरवर्ड में कलम चलाने से लेकर आजाद हिंद फौज का नेतृत्व कर अंग्रेजों से लोहा लेने तक का रहा। नेताजी ने भारत की पहली अंतरिम सरकार की स्थापना की और 21 अक्टूबर 1943 को पहली बार भारत की धरती पर राष्ट्रीय ध्वज फहराया। नेताजी भारत की विरासत पर गर्व करते थे और जल्द से जल्द भारत को आधुनिक भी बनाना चाहते थे। भारत के सम्माननीय प्रधानमंत्री महोदय श्री नरेंद्र मोदी जी ने कहा है कि आने वाले 25 साल हमारे देश और 130 करोड़ की आबादी के लिए बेहद खास होने वाली है। आजादी के इस अमृत काल में हम सभी युवाओं का कर्तव्य है देश के विकास में, राष्ट्र निर्माण में अपनी भागीदारी देना। जय हिंद, तुम मुझे खून दो मैं तुम्हें आजादी दूंगा। नेताजी के ये शब्द अपनी मातृभूमि के प्रति हमारे कर्तव्य के भाव को जगा देती है। जिस तरह नेताजी ने पूरे विश्व के भारतीयों को संगठित किया, उनसे हम सभी युवाओं को संगठन क्षमता सीखनी चाहिए। हम सबको एक साथ मिलजुल कर एक भारत श्रेष्ठ भारत के सपने को साकार करनी चाहिए। महिलाओं को समान अधिकार और सम्मान देने हेतु नेताजी सुभाष चंद्र बोस ने महिलाओं की फौज रानी झांसी ब्रिगेड बनाई और साथ ही उन्होंने आजाद हिंद फौज में सभी धर्मों के लोगों को साथ में जोड़ दिया। आज से लगभग 80 वर्ष पहले नेताजी ने ये उदाहरण करके दिखाया कि देश सर्वोपरि है। मनुष्य का धर्म, जाति, रहन सहन, खान पान, विचार, संस्कृति इन सब से परे है। आज जब देश आत्मनिर्भर भारत के संकल्प के साथ आगे बढ़ रहा है, तब उत्कृष्ट राष्ट्र प्रेम, निस्वार्थ राष्ट्र सेवा, एक बड़े लक्ष्य के प्रति पूर्ण समर्पण,
प्रतिकूल परिस्थितियों में अदम्य साहस और देश के प्रति आशावादी दृष्टि रखने वाले सुभाष चंद्र बोस नई पीढ़ी के लिए सदैव सदैव प्रेरणा के स्रोत बने रहेंगे। अंत में सभी युवाओं से, सभी भारतवासियों से बस यही कहूंगी कि तू शेर ए हिंद आगे बढ़, मरने से तू जरा न डर, उड़ा के दुश्मनों का सर, जोश ए वतन बढ़ाए जा। ये जिंदगी है कौम की, ये जिंदगी है कौम की, तू कौम पे लुटाए जा, तू कौम पे लुटाए जा। जय हिंद। രോഹിണി, വാട്ട് എ മൊമെന്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത്തരത്തിൽ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു മുഹൂർത്തമാണ്. കണ്ടു നിന്ന് നമുക്ക് പോലും രോമാഞ്ചം തോന്നിപ്പോകുന്നു. ആ പോഡിയത്തിൽ നിന്നപ്പോൾ എന്താണ് ശരിക്കും തോന്നിയത്? ആ പോഡിയത്തിൽ നിന്നപ്പോൾ തോന്നി ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു മൊമെന്റാണ്. അത് മാക്സിമം രീതിയിൽ, ഏറ്റവും നല്ല രീതിയിൽ പറയണം, ഏറ്റവും നല്ല രീതിയിൽ അതൊരു ഓർമ്മയായി സൂക്ഷിക്കാൻ പറ്റുന്ന രീതിയിൽ സംസാരിക്കണം, പ്രസംഗിക്കണം എന്നുള്ളതായിരുന്നു ആ ഒരു മൊമെന്റിലുള്ള ഒരു ഫീലിംഗ്. തീർച്ചയായും ഈ മോദിജിയുമായി പിന്നീട് സംസാരിക്കുന്ന ആ ഒരു സമയത്തും രോഹിണി അത് സൂചിപ്പിക്കുകയുണ്ടായി. ഇന്നാണ് ഞാൻ സംസാരിക്കുന്നതെങ്കിലും കഴിഞ്ഞുപോയ പല ദിവസങ്ങളിലും സ്വപ്നത്തിലും ഒക്കെ താങ്കളോട് ഞാൻ സംസാരിച്ചു കഴിഞ്ഞു, അതിനുവേണ്ടി ഞാൻ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതല്ലേ? അതെ അതെ, ഞാനിങ്ങനെ ഒരുപാട് വേദികളിൽ ഞാൻ എൻ്റെ സ്വപ്നത്തിൽ തന്നെ സംസാരിക്കാറുണ്ട് അവരോട്. അങ്ങനെ സ്വപ്നം കണ്ടാൽ മാത്രമേ അത് റിയൽ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റൂ എന്ന് എനിക്ക് തോന്നുന്നു. ചെറുപ്പം മുതൽ ഈ പ്രസംഗ കലയുമായിട്ട് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്ന ഒരു പ്രതിഭയായിരുന്നല്ലേ രോഹിണി? പ്രസംഗ കലയിലാണോ കൂടുതൽ താല്പര്യം ചെറുപ്പം മുതൽ ഉണ്ടായിരുന്നത്? അതെ, പ്രത്യേകിച്ചും ഹിന്ദി പ്രസംഗത്തോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അത് എനിക്ക് തോന്നുന്നു KV പട്ടം സ്കൂളിൽ പഠിച്ചപ്പോൾ മുതൽ SN കോളേജ് ചെമ്പഴന്തിയിൽ പഠിച്ചപ്പോഴും ഇന്നും അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഏതെങ്കിലും ഒരു കലയോട് നമുക്ക് അഭിരുചി ഉണ്ടാകാൻ വളരെ എളുപ്പമാണ്, പക്ഷെ അതിനെ വളർത്തിയെടുക്കുക, അതിൻ്റെ ഏറ്റവും മികവുറ്റ രീതിയിൽ അതിനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രയാസകരം. രോഹിണിയുടെ ഒരു പ്രാക്ടീസ് ചെറുപ്പം മുതലുള്ളത് ഇതിനു വേണ്ടി എങ്ങനെയായിരുന്നു? ചെറുപ്പം മുതലേ നമ്മൾ എന്തെങ്കിലും ഒരു വിഷയം കിട്ടുമ്പോൾ അതിനെക്കുറിച്ച് വെറുതെ സംസാരിക്കുക, കണ്ണാടിയുടെ മുന്നിൽ നിന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരുമായി, ഫ്രണ്ട്സുമായി അതിനെക്കുറിച്ച് സംസാരിക്കുക, പിന്നെ ഓരോ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുക. അത് തന്നെയായിരുന്നു ഞാൻ പണ്ട് മുതലേ ചെയ്തുകൊണ്ടിരുന്നത്. ഒരുപാട് ഹോംവർക്ക് വേണ്ടി വരുന്ന ഒരു കാര്യമല്ലേ? അതായത് ഏത് വിഷയമാണ് നമുക്ക് മുന്നിലേക്ക് കിട്ടാൻ പോകുന്നതെന്ന് ഒരു ധാരണയുണ്ടാകില്ല. അപ്പോൾ എല്ലാ വിഷയങ്ങളെ കുറിച്ചും പഠിച്ചു വെക്കണം. അതെ അതെ, നമ്മൾ എല്ലാ വിഷയത്തെക്കുറിച്ചും നമുക്ക് ചെറിയൊരു അറിവ് എങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റൂ. അപ്പോൾ എങ്ങനെയാണ് ഈ അറിവുകളൊക്കെ നേടിക്കൊണ്ടിരുന്നത്? ബുക്സ് വായിച്ചും ന്യൂസ് പേപ്പർ റീഡിങ്, ചെറുപ്പം മുതലേ ആ ഒരു രീതികൾ, ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്തു വരുന്നിരുന്ന ഒരു കുട്ടിയായിരുന്നു രോഹിണി? എനിക്ക് തോന്നുന്നു ഞാൻ ഒരിക്കലും അധികം ബുക്സ് വായിക്കാറില്ലായിരുന്നു. എനിക്ക് കിട്ടിയിട്ടുള്ള അറിവെല്ലാം ഞാൻ മറ്റുള്ളവരുടെ കഥകൾ കേട്ടും അവരുടെ അഭിപ്രായങ്ങൾ എനിക്ക് കേൾക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അവരുടെ കഥകൾ കേട്ടും അവരുടെ അനുഭവങ്ങൾ കേട്ടും അല്ലെങ്കിൽ TV-യിൽ വാർത്തകൾ കേട്ടുമാണ് എനിക്ക് കുറച്ചെങ്കിലും നോളജ് കൂടിയിട്ടുണ്ടെങ്കിൽ ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും. രോഹിണി ഇപ്പോൾ ദുബായിലാണ് ഉള്ളത്. വിവാഹശേഷം ദുബായിലേക്ക് പോയി അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ ഒരു അവസരം ലഭിച്ചപ്പോഴാണ് വീണ്ടും തിരികെ നാട്ടിലേക്ക് എത്തിയത് എന്ന് നമുക്കറിയാം. രോഹിണി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് സ്വപ്നം കാണണം എന്നുള്ളത്. രോഹിണിയുടെ ഇനിയുള്ള സ്വപ്നങ്ങൾ, ഇനി നിറവേറ്റാനുള്ള സ്വപ്നങ്ങൾ അതെന്തൊക്കെയാണ്? ഇനി നിറവേറ്റാൻ ഇത് വലിയൊരു സ്വപ്നമാണ് ഇപ്പം നടന്നിരിക്കുന്നത്. ഇനി മുന്നോട്ട് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുമ്പോൾ നമുക്കുള്ള കഴിവുകൾ അത് നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ഇനി ഒരു ട്രെയിനിങ് മേഖലയിലേക്ക് കടക്കണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. എനിക്കറിയുന്ന കാര്യങ്ങൾ മറ്റുള്ള യുവാക്കളിലേക്ക്, കുട്ടികളിലേക്ക് എത്തിക്കണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഈ പ്രസംഗ കലയിൽ ഒരു ട്രെയിനിങ് സെന്റർ തുടങ്ങുന്നതിനെ കുറിച്ചൊക്കെയാണോ ആലോചിക്കുന്നത്? പ്രസംഗകല മാത്രമല്ല, സോഫ്റ്റ് സ്കിൽസ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, അങ്ങനെ എല്ലാ സോഫ്റ്റ് സ്കില്ലിനെയും ചേർത്ത് പ്രസംഗം എല്ലാം വരുന്ന ഒരു രീതിയിലുള്ള ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങണം എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. തീർച്ചയായും ആ ആഗ്രഹങ്ങളൊക്കെ എന്തായാലും സഫലമാവട്ടെ. നേരത്തെ രോഹിണിയുടെ ആ ഒരു സ്പീച്ച് പാർലമെന്റിൽ നമ്മൾ കേട്ടല്ലോ, അതിനിടയിൽ ഒരു പോയം റെസിറ്റേഷൻ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രസംഗ കലയിൽ മാത്രമല്ല, ആ പോയം റെസിറ്റേഷനിലടക്കം വളരെ മികവുറ്റ ഒരു വ്യക്തിത്വമാണ്, പ്രതിഭയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈ സ്കൂൾ കാലം മുതൽ എന്തൊക്കെ മത്സരങ്ങളിലായിരുന്നു രോഹിണി പങ്കെടുക്കുന്നത്? ആ നേട്ടങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? സ്കൂൾ കാലം മുതൽ പ്രസംഗ മത്സരം, ഡിബേറ്റ്, റെസിറ്റേഷൻ, പിന്നെ എഴുതുമായിരുന്നു, സ്റ്റോറി റൈറ്റിംഗ്, എസ്സേ റൈറ്റിംഗ്,
അങ്ങനെ ഒരു 7-8 ഐറ്റംസ് ഇതായിരുന്നു ഞാൻ സ്ഥിരം പങ്കെടുത്തുകൊണ്ടിരുന്ന ഐറ്റംസ്. വീട്ടിൽ നിന്നൊക്കെയുള്ള ഒരു സപ്പോർട്ട്, അത് നേരത്തെ തന്നെ രോഹിണി പറഞ്ഞതാണ്, അത് വളരെ വലിയൊരു ഘടകമാണ്. ഇത്തരത്തിൽ നമ്മൾ വലിയ വലിയ അച്ചീവ്മെൻറ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ആളുകളുടെ സ്നേഹവും സഹകരണവും ഒരുപാട് വേണം. ഈ കുട്ടിക്കാലം മുതൽ അത്തരത്തിൽ ട്രെയിൻ ചെയ്യുന്നതിനുമൊക്കെ വീട്ടുകാർ വളരെ വലിയൊരു സപ്പോർട്ട് രോഹിണിക്ക് നൽകിയിട്ടുണ്ടല്ലേ? തീർച്ചയായും. എനിക്ക് തോന്നുന്നു എനിക്കിന്ന് ഉണ്ടായിട്ടുള്ള ഒരു ചെറിയ നേട്ടമാണെങ്കിലും അതൊരിക്കലും എന്നെ കാരണമല്ല. അതിനെല്ലാം അർഹരായിട്ടുള്ളത് എൻ്റെ പേരൻസും ഇപ്പോൾ ഉള്ള പുതിയ ഫാമിലിയും തന്നെയാണ്. കാരണം എൻ്റെ കൂടെ ഓരോ മത്സരങ്ങളിലും എൻ്റെ അമ്മ എന്നെപ്പോലെ തന്നെ ഒരു ഫുഡും ഒന്നും കഴിക്കാതെ കൂടെ വരുമായിരുന്നു. അവിടെ മത്സരത്തിൻ്റെ റിസൾട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുകയും എല്ലാ മത്സരങ്ങളിലും കൊണ്ടുപോവുകയും തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു രീതിയായിരുന്നു എൻ്റെ അമ്മയുടേത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യം ഞാൻ നന്ദി പറയേണ്ടത് അമ്മയോടാണ്. കാരണം അമ്മ ഉള്ളത് കൊണ്ട് മാത്രമാണ്, ഇത്രയും സപ്പോർട്ട് നൽകിയത് കൊണ്ട് മാത്രമാണ് എനിക്കിന്ന് ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്നതും ഇത്രയും വലിയ നേട്ടങ്ങൾ ലഭിച്ചതും. അതുപോലെ ഓരോരുത്തരും എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. കാരണം എൻ്റെ ജീവിതത്തിലുള്ള ഓരോരുത്തരും എന്നെ അത്രയും സപ്പോർട്ട് ചെയ്യുകയാണ്. അവരെ കാരണമാണ് എനിക്ക് ഇന്ന് ഇങ്ങനെ ഒരു നേട്ടം ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും രോഹിണി. എന്തായാലും രോഹിണിയുടെ കഴിവുകൾ ഏതൊക്കെ മേഖലയിലാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. എന്തായാലും ഒരു പോയം നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്, ന്യൂസ് 18 പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് ആലപിക്കാമോ? തീർച്ചയായും. ഇത് ഞാൻ കേരള യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഹിന്ദിയാണ്. ശരി. इंडिया गेट की अमर जवान ज्योति से, कश्मीर में बने कब्रिस्तानों से आती है आवाज यही, अमर शहीदों का लहू बदनाम न होने देंगे, मर जाएंगे मिट जाएंगे वतन नीलाम न होने देंगे, हम उस आजादी का हरगिज कत्ले आम न होने देंगे, कत्ले आम न होने देंगे वतन नीलाम न होने देंगे. थैंक यू. താങ്ക് യു സോ മച്ച് രോഹിണി. അതോടൊപ്പം തന്നെ ഈ പാർലമെന്റിൽ പ്രസംഗിക്കുക എന്നുള്ളത് വളരെ വലിയൊരു നേട്ടം തന്നെയാണ്, നമ്മളെപ്പോഴും സൂചിപ്പിച്ചതുപോലെ തന്നെ. പക്ഷേ അധികം ആർക്കും ലഭിക്കാത്ത മറ്റൊരു നേട്ടം കൂടിയുണ്ട്. അതായത് ഈ പാർലമെന്റിലെ സ്പീച്ചിനൊക്കെ ശേഷം പ്രധാനമന്ത്രിയുമായി കുറച്ച് സമയം അടുത്തിടപഴകാൻ ഒരു അവസരം ലഭിക്കുക എന്നുള്ളത്. അതായത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകാൻ സാധിച്ചു, അത് കഴിഞ്ഞ് ഒരു പേഴ്സണൽ ടോക്ക് സെക്ഷനിൽ പങ്കെടുക്കാൻ സാധിച്ചു, അവിടെയും സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അതോടൊപ്പം തന്നെ ആ സമയത്ത് ആ സെക്ഷനിൽ രോഹിണി എന്താണ് സംസാരിച്ചത് പ്രധാനമന്ത്രിയോട്? ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലായിരുന്നു നമുക്ക് പ്രൈം മിനിസ്റ്ററിനോട് ഇത്രയും അടുത്ത് സംസാരിക്കാൻ പറ്റുമെന്ന്. ഞങ്ങളോട് പറയുകയായിരുന്നു പ്രൈം മിനിസ്റ്ററിന്റെ വീട്ടിൽ പോവും, അദ്ദേഹത്തെ കാണാൻ സാധിക്കുമെന്ന്. അപ്പോൾ ജസ്റ്റ് കാണുന്നു പോകുന്നു എന്ന് മാത്രമേ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവിടെ ചെന്നപ്പോൾ അദ്ദേഹവുമായി ഇത്രയും നേരം നമുക്ക് സംസാരിക്കാനും ഒരുപാട് പേർക്ക് അങ്ങനെ ഒരു അവസരം കിട്ടാത്തൊരവസരമാണ് നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു ബാച്ചിന് ലഭിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു സംസാരിച്ചപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. അതിനോടൊപ്പം തന്നെ ലൈഫിൽ ഇനി എന്നും എനിക്ക് എൻ്റെ പുതിയ ജനറേഷനും എല്ലായിടത്തും പറയാനും മനസ്സിൽ സൂക്ഷിക്കാനും പറ്റുന്ന ഒരു കാര്യമാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിനോട് 2023 എനിക്ക് സംസാരിക്കാൻ പറ്റി എന്നുള്ളത്. തീർച്ചയായും വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു മുഹൂർത്തം തന്നെയാണ്. എന്തായാലും രോഹിണിക്ക് ഒരിക്കൽ കൂടി അഭിനന്ദനം അറിയിക്കുകയാണ്. എത്ര അഭിനന്ദനം അറിയിച്ചാലും മതിയാവില്ല. അത്തരത്തിൽ ഒരു അഭിമാനകരമായിട്ടുള്ള, മലയാളികൾക്കൊന്നടങ്കം അഭിമാനം നൽകിയ ഒരു മുഹൂർത്തത്തിലേക്കാണ് രോഹിണി സ്വന്തം പ്രയത്നം കൊണ്ട് എത്തിച്ചേർന്നിട്ടുള്ളത്. എന്തായാലും നമ്മുടെ സമയപരിമിതി മൂലം ഈ ഒരു സെക്ഷൻ ഇവിടെ അവസാനിപ്പിക്കാനുള്ള സമയമായിരിക്കുകയാണ്. ഒരുപാട് വിശേഷങ്ങൾ ഇനിയും രോഹിണിയിൽ നിന്ന് അറിയാനുണ്ടായിരുന്നു, ചോദിക്കാനുണ്ടായിരുന്നു. എത്രത്തോളം വിശേഷങ്ങളും നേട്ടങ്ങളും ഒക്കെ പറഞ്ഞാലും തീരാത്തത്രയുണ്ട് രോഹിണിക്ക് എന്നുള്ളത് അറിയാം. എന്തായാലും ഇനിയുള്ള ജീവിതത്തിലും ഇതുപോലെ ഒരുപാട് വലിയ മുഹൂർത്തങ്ങൾ, ഒരുപാട് വലിയ അച്ചീവ്മെന്റ്സ് കൈവരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളോടൊപ്പം പങ്കുവെച്ച രോഹിണിയുടെ ആ ഒരു സ്വപ്നങ്ങൾ അതും നിറവേറ്റാൻ രോഹിണിക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് രോഹിണി. ഒരുപാട് നന്ദി. ലേഡീസ് ബാൻഡിൽ ഒരിടവേള കൂടി. ഗാന്ധി സ്മരണയിൽ രാജ്യം. രക്തസാക്ഷിത്വത്തിന്റെ 75ാം വാർഷിക ദിനത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ രാജ്ഘട്ടിൽ പുഷ്പചക്രം അർപ്പിച്ചു. തുടർന്ന് സർവമത പ്രാർത്ഥന നടന്നു.
രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അനുസ്മരണ ചടങ്ങുകൾ നടന്നു. ഇന്ദിരാഭവനിൽ നടന്ന ചടങ്ങിൽ AK ആന്റണി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ലേഡീസ് ബാൻഡ് പൂർണ്ണമാകുന്നു. നമസ്കാരം.